നമ്മുടെ മക്കളപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പാത്രം വെച്ച് ചോറിന് വേണ്ടി യാചിക്കുമ്പോ അതൊരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് താങ്ങാൻ പറ്റൂല. ആ ഒരു ഗതികേട് മാത്രം തരല്ല അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെപ്പോഴും ദ്വാരക്കണം. നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ സുബ്ഹാനല്ലാഹ് എന്ത് സന്തോഷത്തോടെ ജീവിച്ചവളോ. ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നല്ലതുപോലെ വെള്ളം പോലും കൊടുക്കാറില്ലാത്ത മദീനയുടെ കാലഘട്ടത്തിൽ ഒരു കാരക്ക് മൂന്നായി കീറിയിട്ട് 3 സുന്നത്ത് നോമ്പ് പഠിച്ച ചരിത്രം നിങ്ങൾക്കറിയില്ലേ? ഇൻഷാ അല്ലാഹ് ഡിസംബർ മാസം 19, 20 തീയതികളിൽ ചാവക്കാട് ഒറ്റേരി എന്ന് പറയുന്ന അകലാട് ഒറ്റേരി എന്ന് പറയുന്ന ചാവക്കാട് ഭാഗത്ത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു പോകുന്നു ആ സ്വർഗത്തിന്റെ വേദിയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാ. 2 ദിവസവും ഇവിടെ പറയുന്നത് കരളാട് ഫാത്തിമ മഹദി ഫാത്തിമ എന്ന കാസറ്റ് കേട്ട എന്റെ കുന്നംകുളത്ത് തൃശൂർ ജില്ലയിലെ പ്രിയപ്പെട്ട പെങ്ങളെ, കേൾക്കാൻ മറന്നുപോലെ ഒരുപാട് കാര്യങ്ങളെ കോർത്തിണക്കിയിട്ട് മുത്തറസൂലിന്റെ പൊന്നുമോളിലൂടെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് സഞ്ചരിക്കണ്ടേ പെങ്ങളെ? അകലാട് തോണിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പ്രതിശാലമായ ഗ്രൗണ്ടിൽ ഡിസംബർ മാസം 19-ാം തീയതി ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുകയാ. നമുക്ക് മഹദിയുടെ ചരിത്രം പറയണ്ടേ? അല്ലാഹുവിന്റെ റസൂലേ പട്ടിണി കിടന്നുകൊണ്ട് ശരീരം മോശപ്പെട്ടതോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടുപോയപ്പോ മാറിയിരുന്നുകൊണ്ട് മുത്ത് റസൂൽ പൊട്ടിക്കരയുകയാണ്. എന്റെ ഫാത്തിമാരെ കണ്ടിട്ട് സഹിക്കുന്നില്ല, എന്റെ ഫാത്തിമാരെ ശരീരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു പോരെങ്കിലോ. എന്റെ പ്രിയപ്പെട്ട എരുമപ്പെട്ടിയിൽ വന്ന മുസ്ലിം പെങ്ങളെ, ഇന്ന് വരെ പട്ടിണി കിടന്നിട്ടുണ്ടോ മോളെ? നീ പറയുന്നതല്ല, നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി കൊണ്ടുതരുന്നില്ലേ? നിന്റെ മക്കൾക്ക് നല്ല സന്തോഷമല്ലാതെ കൊടുത്തിട്ടില്ലേ? എന്റെ പെങ്ങളെ, ആ നീ എല്ലാ പറച്ചോരോട് നന്ദികേട് കാണിക്കുന്നത് അല്ലാതെ തന്ന സൗഭാഗ്യങ്ങളല്ല പുലിപോലെ വലിച്ചെറിയുമ്പോ ദുനിയാവ് ചതിക്കുമെന്നത് മറക്കല്ലേ? ദുനിയാവ് നിന്നെ കൊലക്കി കൊടുക്കുമെന്നത് മറക്കല്ലേ പെങ്ങളെ? എത്രയോ പേരെ നശിപ്പിച്ചതാ, എത്രയോ പേരെ കൊന്നൊടുക്കിയതാ, എത്രയോ പേരെ നരകത്തിൽ കൊണ്ടുപോയതാ. ഇന്ന ദുനിയാ ദുനിയാവ് മധുരമുള്ളതും പച്ച പിടിച്ചതുമാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ ചതിക്കുടിയിൽ ഞാൻ വീഴും, നിങ്ങളും വീഴും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എന്റെയൊക്കെ ജീവിതത്തിൽ ഞാനൊന്ന് വിചാരിച്ചാലുണ്ടല്ലോ, ഒരു മജ്‌ലിസിൽ നിന്നും എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറിന് 2 ലക്ഷം 4 ലക്ഷം വേണ്ട. എനിക്ക് മലപ്പുറത്തോ ചാവക്കാടോ എറണാകുളത്തോ ഞാൻ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു പണക്കാരനെ കൃത്യമായിട്ട് ഞാനൊന്ന് ഫോണിൽ കൊണ്ട് വിളിച്ച് സ്നേഹബന്ധം മാത്രം പുതുക്കിയാൽ മതി, എനിക്ക് സ്വർണ്ണപാത്രത്തിൽ കഞ്ഞി കുടിക്കാനുള്ള അവസരം അയാൾ ഒരുക്കി തരും. ഉറപ്പാണ്. നിങ്ങൾ എന്തേ വിചാരിച്ചത്? ഈ പ്രസംഗ മേഖല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി എത്രയോ കാശുകാരുണ്ടെന്നറിയാം. ഞാൻ അവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതിനു വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ അവരെ മാറ്റി നിർത്തി ഒരു റൂമിന്റെ അകത്ത് കൊണ്ട് കയറ്റിയിട്ട് എനിക്ക് എന്റെ വണ്ടി ഒന്ന് മാറ്റണം, ഒരു പുതിയൊരു വാഹനം വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കരയും കൂടെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത്രയും ജനങ്ങൾക്ക് മുന്നിൽ വാതു പറയണ വാക്ക് എന്റെ മുന്നിൽ കരയെ 2 വണ്ടി നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി വാങ്ങിച്ചു തരാൻ ആളുണ്ട്. പക്ഷേ എന്റെ സഹോദരങ്ങളെ സമുദായത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തന്നാലല്ലാതെ ആർക്കാണ് തികയുക? നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ വീണ്ടും കൊതിക്കൂലേ? അല്ലാഹു തരുമ്പോഴേ നമുക്ക് തികയുള്ളൂ സഹോദരങ്ങളെ. അത് 10 രൂപ ബറക്കത്തുള്ളതുണ്ടെങ്കിൽ ഉണ്ടല്ലോ 1 കോടി രൂപയുടെ സുഖം നമുക്ക് കിട്ടും. അതിന് മക്കൾക്ക് മിഠായി വാങ്ങാം, ഭാര്യയ്ക്ക് ഭക്ഷണം വാങ്ങാം, സർവ്വതും കൊടുത്തിട്ട് ബാക്കി 2 രൂപ ഉണ്ടാവും. അത് ബറക്കത്തിന്റെ അടയാളമാണ്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലാഹു മരിക്കുന്നത് വരെ ദാരിദ്ര്യം മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ, ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഇസ്ലാമിക് സ്റ്റഡീസ് സെന്ററിന്റെ 2ാമത്തെ ദിവസത്തെ പരിപാടിയുടെ ബക്കറ്റ് കളക്ഷൻ ഇൻഷാ അല്ലാഹ് ആ ഒരൊറ്റ നിയ്യത്തിലാണ്. മരണം വരെ അല്ലാഹുവേ വിശക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ മുമ്പ് പോയി കൈനീട്ടുന്ന ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ രാജാതിരാജനായ റബ്ബേ, ഇതിന്റെ കുട്ടിയിലെ വിശാലമായ ഗ്രന്ഥിന്റെ ഇത്രത്തോളം ജനങ്ങളുടെ ഇസ്ലാമിക പ്രഭാഷണത്തിൽ തടിച്ചുകൂടുന്ന രാജ്യമാണ് റബ്ബേ. ഇത്രത്തോളം ജനങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് വേദനയോടെ പൊട്ടിക്കിടന്നുകൊണ്ട് ഈശ്വര കഴിയുമ്പോ അല്ലാഹുവേ അവരുടെ മക്കൾക്കും അവർക്കും നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. പടച്ചവരെ പട്ടിണി കിടന്നുകൊണ്ട് എനിക്ക് വിശക്കുന്നു വാപ്പാന്ന് ഞങ്ങളുടെ മക്കൾ പറയുന്ന ഒരു ഗതികേട് ഈ സ്വരക്കഥയുന്നവർക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവരെ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ മുന്നോട്ട് കൊണ്ടുവെക്കുന്ന അവരുടെ മാനുഷിക മൂല്യമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുമ്പോ സർവാധിനാഥനായ അല്ലാ ഈ ഭക്തോട് സ്വരക്കയിടുന്നവർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. ദാരിദ്ര്യം കൊടുക്കല്ലോ, കഷ്ടപ്പാട് കൊടുക്കല്ല അല്ലാ. ഈ ദുആ സ്വീകരിക്കണമല്ല. 10, 20, 50, 500 കണക്ക് നോക്കാതെ ഈ ഒരു വലിയ നിയ്യത്തിന് പകരമായിട്ട് ഈ സരസിൽ നിന്നുകൊണ്ട് സ്വരക്ക ചെയ്യുന്നവർക്ക് അല്ലാഹുവേ അല്ലാഹുവേ നീ എപ്പോഴും സാമ്പത്തികമായ ഭദ്രതയുടെ കവാടങ്ങൾ ഒന്നടഞ്ഞാൽ മറ്റൊന്ന് തുറന്നു കൊടുക്കണേ അല്ലാ. ഈ സ്വരക്ക ചെയ്യുന്ന ഒരാളെ പോലും കടക്കാരനാക്കി മരിപ്പിക്കല്ല റബ്ബേ. 3 സ്വലാത്ത് വിളിച്ചില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. 10-30 വർഷം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു പള്ളിയിൽ സേവനം ചെയ്തു. പല പള്ളികളിൽ തന്റെ ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങളെ മാറ്റിവെച്ച ബഹുമാനപ്പെട്ട മൊയ്തു മുസ്ലിയാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പേരിൽ എത്ര മക്കളാണുള്ളത്? ആ ഉസ്താദിന്റെ 9 മക്കളിൽ ഏറ്റവും മൂത്ത മകൻ ഈ സ്റ്റേജിലുണ്ട്. ആ ഉസ്താദിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് ഇൻഷാ അല്ലാഹ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ഒരു 3 സ്വലാത്ത് ചെല്ലണം. അദ്ദേഹത്തിന്റെ ആ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന നമ്മുടെയൊക്കെ ഉസ്താദാകുന്ന ഔലിയാക്കളുമായി അഗാധ ബന്ധമുള്ള ആ പ്രിയ സഹോദരന്റെ ആലിമിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഇന്നത്തെ ഈ ദുആ കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് എത്ര നല്ല മനസ്സോടുകൂടി ചെയ്യും. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد اللهم صل على محمد. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജസീയായ അല്ലാഹു ദീനിനു വേണ്ടി ചെയ്തു പോയ ഖിദ്മത്തുകൾക്ക് പകരമായിട്ട് നീ കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമായി വഫാത്തായിട്ട് 1 വർഷം തികയാൻ പോകുന്ന ഈ രാത്രിയിൽ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലത്തെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നല്ലൊരു ആമീൻ പറയ സഹോദരൻ, ഒരു വലിയ നിയ്യത്തല്ലേ. അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഒരു അദാബ് പോലും നീ ആ ഖബറിന്റെ അകത്ത് കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഒരു സങ്കടവും നീ കൊടുക്കല്ലേ അല്ലാ. താൻ മക്കളെ വളർത്തിയതിന്റെ പേരിൽ, ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ പേരിൽ, ആ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനെ ചെയ്തിൽ വന്നിരുന്നുകൊണ്ട് സ്ഥാനേ ഞാനിത് ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞ് സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. പാവപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അല്ലാഹുവേ ഞെട്ടറ്റ് വീഴുന്നവർക്ക് വേണ്ടി, രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ ബിച്ചി കോലാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തകരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലാ. അല്ലാഹുവേ അത് നീ സാധിപ്പിച്ചു കൊടുത്തല്ലോ പടച്ചവനെ. അതിന്റെ പ്രതിഫലം കൊണ്ട് ആ ഖബറിന്റെ കത്ത് നരകത്തിന്റെ ഒരു തീപ്പൊരി പോലും അല്ലാഹുവേ നീ ഇട്ടുകൊടുക്കല്ലേ അല്ലാ.
അല്ലാ. ഇത് ചെയ്ത പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ, തകർക്കല്ലേ അല്ലാ, ശത്രുക്കളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ, സാഹചര്യങ്ങളുടെ സിഹിനെ തൊട്ട് കാക്കണേ അല്ലാ, ആയിരങ്ങളുടെ അയിനത്തൊട്ട് കാക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകളെ മുഴുവനും അനുഗ്രഹിക്കണേ അല്ലാ, ഒത്തിരി പ്രദാനം ചെയ്യണേ അല്ലാ. നാളുവരാ മന്മറന്നുപോലെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ചെയ്ത മുഴുവൻ ഹിദ്മത്തുകളുമല്ല നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനേ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയൂ, 10 മണി കഴിയുമ്പോൾ 5 മിനിറ്റ് നിങ്ങളോട് സ്വതക്ക ചോദിക്കും. സാധാരണ നമ്മുടെ ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നലെ 25,000 രൂപ വെച്ച് 4 പേര് പറഞ്ഞു 2 മിനിറ്റ് 3 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വിശദീകരിച്ചതിന് സമയം കളഞ്ഞില്ല. കാരണം നമുക്ക് വഅദാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആംബുലൻസ് തന്നെ നിയത്ത് ചെയ്തതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് സമയം ഇതിനു വേണ്ടി മെനക്കെട്ട് പിരിവിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നില്ല. നിങ്ങൾ നല്ല മനസ്സോടുകൂടി ചെയ്യുന്നതിന് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പിരിഞ്ഞു പോകും. പക്ഷെ അത് ഇൽമിന്റെ മജ്ലിസിന്റെ ദുആയും ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്തും ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ എത്രയുണ്ടോ അത്രയും അനുസരിച്ചായിരിക്കും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലവും നേട്ടങ്ങളും തരിക. അപ്പോ 4 കാര്യം നമ്മൾ പറഞ്ഞു. ദുനിയാവിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്തുക. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു നേട്ടമാണ്. 5ാമത് അറഫൽ ആഖിറ വതലബുഹാ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയവരുടെ 5ാമത്തെ അടയാളം എന്താ? ആഖിറത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആഖിറത്തെ തേടിക്കൊണ്ടിരിക്കുന്നവനാണ്, ആഖിറത്തിന്റെ വിജയത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ്, ആഖിറമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് ആ ആഖിറത്തിന് വേണ്ടിയിട്ടതിന്റെ ജീവിതത്തിന്റെ സർവ്വഭാഗങ്ങളും മാറ്റിവെക്കുന്നവരാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഇന്നലെയും ഇന്നുമായി ഞാൻ ആമുഖമായി ഓടിവെച്ച ആയത്തിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിനെ സ്നേഹിച്ചവരെ കുറിച്ച് പറഞ്ഞതുപോലെ ഖുർആനാ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ കുറിച്ച് അള്ളാഹു വ്യക്തമായി രേഖപ്പെടുത്തിയ ആയത്താണ്. ഈ അടയാളങ്ങളൊക്കെ ഉള്ള പ്രിയപ്പെട്ട വിശ്വാസികളില്ലേ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ സ്നേഹിച്ച, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയ, അള്ളാഹുവിനെ ആദരിച്ചു പോയ, അള്ളാഹുവിന് വേണ്ടി ഉറക്കമിടുന്നു പോയ, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തു പോയ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ലോകത്തോട് വിട പറയുന്ന രംഗം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവര് പറയുന്നു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. അവര് പറയുന്നത് മാത്രമല്ല സുന്നസ്തഖാമു, അങ്ങനെ പറഞ്ഞിട്ട് ആ മാർഗത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരാണ്, ആ മാർഗത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു തലമുടി നരച്ചുപോയ ഒരു പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സൂറത്തിൽ ആയത്തിറങ്ങിയപ്പോ മുത്തു റസൂലിന്റെ തലയുടെ ഒരു മുടി നരച്ചുപോയത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം. തലയുടെ ഒരു മുടി നരച്ചുപോയത്രേ. പുന്നാര നബിതങ്ങളോട് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, വസ്തഖിം കമാ ഉമിർത, നബിയേ അങ്ങയോട് പറഞ്ഞതുപോലെ വസ്തഖിം, അങ്ങ് നേരെ നിൽക്കുക, കമാ ഉമിർത, അങ്ങയോട് കൽപ്പിച്ചതുപോലെ എന്ന ഒരു ഭീഷണിയുടെ ഗൗരവമുള്ള ഒരു വാക്ക് അള്ളാഹ് പറഞ്ഞപ്പോ പേടിച്ചിട്ട് ഒരു മുടി നരച്ചുപോയി അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അപ്പൊ ആ ഒരു പുണ്യകർമ്മം ഈ സ്നേഹിക്കുന്നവർ ചെയ്യും. നമ്മുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുന്നത് മാത്രമല്ല, സുന്നസ്തഖാമു, പിന്നെ ആ വഴിയിലൂടെ ഇസ്തിഖാമത്ത്, ഒരാൾക്ക് പിടിച്ചാലും മാറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഈമാനിന്റെ വക്താക്കളായി അവർ മാറുന്നതാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഒരു വാത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആവേശം തോന്നി, ബ്ലൗസിന്റെ കൈയൊക്കെ നീളം കൂട്ടി, ഹൈ ഹീലിന്റെ ചെരുപ്പൊക്കെ മാറ്റി, മുടിയുടെ മോഡലൊക്കെ മാറ്റി നല്ല ഈമാനുള്ള രീതിയിൽ ജീവിക്കും. പിന്നെ കുറെ ദിവസം വാതൊന്നും കേൾക്കാതെ വരുമ്പോൾ പതുക്കെ പതുക്കെ മോഡലിലേക്ക് വീണ്ടും ഇറങ്ങി വരുന്ന ആ ഒരു സ്വഭാവമാകരുത്. ചില യുവാക്കളൊക്കെ പറയും, ഉസ്താദെ കുറച്ചു നാളാ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങളെ വാതില്ലാതിരുന്നപ്പോ ഒരുപാട് സിനിമ കളായിരുന്നു, ഒക്കെ പോയി കണ്ടു വീഡിയോ അൽഹംദുലില്ലാഹ് റാഹത്തായി, ഇനി നിങ്ങൾ വാത് തുടങ്ങിക്കോളി. അങ്ങനെയാവരുത് നമ്മൾ. നമുക്ക് ഈ ഇക്കിളിപ്പെടുത്തുന്ന രസപ്പെടുത്തുന്ന സർവ്വതും
വെടിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കില്ല, എന്തൊക്കെ സംഭവിച്ചാൽ. ഇതിന്റെയൊക്കെ രസം നമുക്ക് കിട്ടാൻ പോകുന്ന നമ്മുടെ ഖബറിലും നമ്മുടെ ആഖിറത്തിലും നമ്മുടെ പരലോകത്തും അതിന്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നത്. യഥാർത്ഥ ജീവിതം അവിടെയാണല്ലോ. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്തത് പിശാചുള്ളത് കൊണ്ടാണ്. പിശാചുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇത്രയും പ്രസംഗിച്ചിട്ട് നമ്മുടെ മനസ്സ് മാറുന്നില്ല എന്നതാണ്. പിശാചുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. അള്ളാഹു ആ ചതിയെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന സുന്നസ്തഖാമു, നമ്മുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്ക് എന്തൊക്കെ വാഗ്ദാനം കൊടുത്താലും അവര് മാറുന്നതല്ല. അള്ളാഹുവിനക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുകൊടുക്കാമെന്ന് പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞില്ലേ? അമ്പിളിമാവൻ വേണു ആകാശലോകത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫിർഔന് പറഞ്ഞതാ, അത് വേണമെങ്കിൽ പെണ്ണോ നിനക്ക് ഞാൻ കൊണ്ടുതരുന്നതാ, പക്ഷെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് ആശ്രയിക്കുന്ന മാറിയോ എന്ന് പ്രിയപ്പെട്ടവര് അള്ളാഹുവിനെ സ്നേഹിച്ചു പോയപ്പോ, അള്ളാഹുവിനെ പ്രേമിച്ചു പോയപ്പോ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയപ്പോ എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാം മറന്നു പോവുകയാ. ആസിയബീവറിയല്ലാവുന്നയെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗത്തോടെ മറുഭാഗത്തോടെ കിരുമ്പ് പിടിപ്പിച്ച ഗടാര വലിച്ചോരിയെടുത്തിട്ട് പോലും വേദനയോടെ പൊട്ടിക്കരയുന്നതിന് പകരം ആസിയബീവറിയല്ലാവുന്ന സർവശക്തനായ പടച്ചവനോട് പറഞ്ഞതെന്താ? റബ്ബീബിനിൽ ഇന്ദകബൗതം ഫിൽ ജന്ന, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ കൊട്ടാരം ഞാനിതാ കളയുന്നുവല്ല, എന്റെ സുഖം ഞാനിതാ വർദ്ധിക്കുന്നുവല്ലോ. അതിന് പകരമായിട്ട് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തോടെ ഇരുമ്പ് പിടിപ്പിച്ച കമ്പ് വലിച്ചത് ഒരു ഭാഗത്തോടെ വലിച്ചൂടിയെടുക്കുമ്പോ ഇതിനൊക്കെ വൈത്താനം കൊടുത്താലും അവര് മാറുന്നതല്ല. ആശ്രയിവറിയല്ലാവുന്നക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുകൊടുക്കാമെന്ന് പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞില്ലേ? അമ്പിളിമാവൻ വേണു ആകാശലോകത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫിർഔന് പറഞ്ഞതാ, അത് വേണമെങ്കിൽ പെണ്ണോ നിനക്ക് ഞാൻ കൊണ്ടുതരുന്നതാ, പക്ഷെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് ആശ്രയിവറിയല്ലാവുന്ന മാറിയോ എന്ന് പ്രിയപ്പെട്ടവര് അള്ളാഹുവിനെ സ്നേഹിച്ചു പോയപ്പോ, അള്ളാഹുവിനെ പ്രേമിച്ചു പോയപ്പോ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയപ്പോ എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാം മറന്നു പോവുകയാ. ആസിയബീവറിയല്ലാവുന്നയെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗത്തോടെ മറുഭാഗത്തോടെ കിരുമ്പ് പിടിപ്പിച്ച ഗടാര വലിച്ചോരിയെടുത്തിട്ട് പോലും വേദനയോടെ പൊട്ടിക്കരയുന്നതിന് പകരം ആസിയബീവറിയല്ലാവുന്ന സർവശക്തനായ പടച്ചവനോട് പറഞ്ഞതെന്താ? റബ്ബീബിനിൽ ഇന്ദകബൗതം ഫിൽ ജന്ന, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ കൊട്ടാരം ഞാനിതാ കളയുന്നുവല്ല, എന്റെ സുഖം ഞാനിതാ വർദ്ധിക്കുന്നുവല്ലോ. അതിന് പകരമായിട്ട് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തോടെ ഇരുമ്പ് പിടിപ്പിച്ച കമ്പ് വലിച്ചത് ഒരു ഭാഗത്തോടെ വലിച്ചൂടിയെടുക്കുമ്പോ സ്വർഗത്തിലൊരു മനോഹരമായ കൊട്ടാരം എനിക്ക് പണിഞ്ഞു തരണേ അല്ലോ. അശ്വരീവറിയല്ലാവുന്ന പറന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കോട്ടക്സ് പുരട്ടാതിരിക്കുമ്പോ, തലമുറക്കാതിരിക്കുമ്പോ, ശരീരത്തിന്റെ അവറത്തുകൾ തുറന്നിട്ടുകൊണ്ട് നടക്കുമ്പോ, അവരെ ഒഴിവാക്കിക്കൊണ്ട് നടക്കുമ്പോ, ആരൊക്കെ നിന്നെ കളിയാക്കട്ടെ പെങ്ങളെ, ആരൊക്കെ നിന്നെ പരിഗണിക്കട്ടെ പെങ്ങളെ, അതിന് പകരം അല്ലാ ആഖിറത്തിലെ പെഞ്ചിൽ വരണമെന്ന് പടച്ചവനോട് നീ ചോദിക്കുക. അള്ളാന്റെ കോടതിയിലെ തഖ്വയുള്ളവരില്ലേ, മുത്തഖീങ്ങളില്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരില്ലേ, അവരാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുന്നവരുണ്ട്. പടച്ചവന്റെ ഖുർആൻ പറയുമ്പോ അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുന്നത് മാത്രമല്ല, കാസറ്റുകൾ വീടും തലമാരയിൽ അടുക്കി വെക്കുന്നവര് മാത്രമല്ല, എത്രയോ ചെറുപ്പക്കാര് പറയൂ, ഉസ്താദേ എന്റെ ഷോപ്പിലെപ്പോഴും നിങ്ങളുടെ കാസറ്റാ, എന്റെ വാഹനത്തിലെപ്പോഴും നിങ്ങളുടെ കാസറ്റാ. അത് മാത്രം പോലെ ചെറുപ്പക്കാരോ ആ പാതയിലൂടെ കരളുറപ്പോടെ ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ ആൺകുട്ടിയെപ്പോലെ നെഞ്ചു വിളിച്ചു നോക്കാൻ നിനക്ക് സാധിക്കണം. ഒരു ബിമാരിക്കും വിമൃത്തമാക്കാൻ കഴിയാത്ത, ഒരു ശത്രുക്കൾക്കും തകർത്തെറിയാൻ കഴിയാത്ത ആർജവം നിന്റെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരണം കേട്ടോ. അവിടെയാണല്ലോ പൊന്നുമോനെ നിനക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന്
പറയുന്നു. അങ്ങനെ പടച്ചവനെ സ്നേഹിച്ചു പോയവരെ അല്ലാഹു നിങ്ങളോട് പറയുകയാണ്, തതനസ്സലു അലൈഹിമുൽ മലക്കുകൾ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നതാ. എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്നറിയോ? ആരും ഭയന്നു പോകുന്ന സമയമുണ്ടല്ലോ, ആരും ഭയന്ന് വിറച്ചു പോകുന്ന സമയമുണ്ടല്ലോ. അതെപ്പോഴാണ് പെങ്ങളെ? അതെപ്പോഴാണ് പെങ്ങളെ? ആരും ഭയന്ന് വിറച്ചു പോകുന്ന സമയം എപ്പോഴോ? ഇന്നലിൽ മൗത്തിലെ സക്കറാ, മരണത്തിന് വല്ലാത്ത ഭയമുണ്ട് ആയിഷ എന്ന് മുത്തുനബികൾ പോലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ള എരുമപ്പെട്ടിയിൽ വന്ന മുസ്ലിമേ, പെരുമാറുന്ന കണ്ണുകളുമായി ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങിയിട്ട് നിന്റെ ചാരത്ത് കടന്നു വരുമ്പോ അമലുകളില്ലാത്തവരെ, തലമറക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവരെ, മരുവിന്റെ സമയത്ത് വാങ്ങുമ്പോഴങ്ങുമ്പോൾ റിയാലിറ്റി ശോഭന മുന്നിൽ നിന്നുകൊണ്ട് പല്ലൊളിച്ചു പോകുന്നവര്, എരുമപ്പെട്ട് പള്ളിയിൽ ജുമയ്ക്ക് വരാൻ നേരത്തെ വരാൻ പറഞ്ഞിട്ട് നിൽക്കാതെ 1 മണിയാകുമ്പോഴും 1:30 മണിയാകുമ്പോഴും ഓടിപ്പടച്ചു വന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തി പോകുന്നവര്, അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസിനെ കളിയാക്കിയവര്, അതിനെ പരിഗണിച്ചവരെ, കുറ്റപ്പെടുത്തിയവര്, കാണുന്ന ആരുമീങ്ങളെ മുഴുവനും കരിവാരി തേച്ചവര്, നിങ്ങൾ ഓർത്തുകൊള്ളുക. ആ സമയത്ത് നിങ്ങളെല്ലാവരും ഭയന്ന് വിറയ്ക്കുമ്പോ അല്ലാഹുവാണ് ഞങ്ങളെ റബ്ബെന്ന് പറഞ്ഞിട്ട് ചുണക്കുട്ടന്മാരായി ചേരുന്നില്ലാതെ ചേരുന്ന പോലവരെ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ നിങ്ങളുടെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. നിങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് മാത്രമല്ലോ അവര് പറയുന്നു, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, ഈ അസ്രായീൽ വരുന്നതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവരോട് ഈ മലക്കുകൾ പറയുമത്ര വബിശ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾ കണ്ടുകൊള്ളുക, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ചിത്രമങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. റബ്ബിനെ സ്നേഹിക്കുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയാ തരുന്നത്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു അവസാനം തരുന്ന സമ്മാനമിതാ. എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയുമത്രേ, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രങ്ങള്. കള്ളുകുടിക്കുന്ന കൂട്ടുകാർ പോകട്ടെ ചെറുപ്പക്കാരാ, പെണ്ണുപിടിക്കുന്ന കൂട്ടുകാർ പോകട്ടെ ചെറുപ്പക്കാരാ, ഹറാമിന്റെ പലിശക്കാരുടെ ബന്ധങ്ങൾ പോകട്ടെ കൂട്ടുകാരാ, അല്ലാന്റെ മലക്കുകൾ നിന്റെ കൂട്ടുകാരാകുമെന്ന് അല്ലാന്റെ ഖുർആൻ പറയുകയാണ്. നീ അല്ലാഹുവെ സ്നേഹിച്ചു പോരാ, നിന്റെ കൂട്ടുകാരൻ ജിബ്രീലാണ്. അതുകൊണ്ടല്ലേ കുറച്ചുനാൾ ജിബ്രീൽ അലൈഹിസ്സലാം വരാതിരുന്നപ്പോ മുത്ത് റസൂല് പൊട്ടിക്കരഞ്ഞു പോയത്. നമ്മുടെ കൂട്ടുകാര് മലക്കുകളാ, നമ്മുടെ ഇഷ്ടക്കാര് മലക്കുകളാ, നമ്മുടെ സ്നേഹിതന്മാര് മലക്കുകളാ. അല്ലാഹുവിനെ സ്നേഹിച്ചു പോയോ, ആ സ്നേഹത്തിന് പകരം അല്ലാഹു തരുന്ന സൗഭാഗ്യമതാ. അതുകൊണ്ട് ചെറുപ്പക്കാര്, ആ മലക്കുകൾ വന്നിട്ട് അവസാന സമയം നിന്നോട് പറയുകയാ, നിന്റെ മക്കളെ പിരിയുന്ന സങ്കടം നിന്റെ മനസ്സിൽ വരുമ്പോ, നിന്റെ ഉമ്മയെ പിരിയുന്ന സങ്കടം വരുമ്പോ, നിന്റെ സഹധർമ്മിണിയോട് യാത്ര പറയുന്ന വേദന മനസ്സിന്റെ കത്ത് കടന്നു വരുമ്പോ, അവസാനമൊട്ടും നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിളപ്പ് കൊടുത്തുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയുന്നു, വേണ്ട, നീ കരയണ്ട, നീ ഭയപ്പെടണ്ട, നിന്റെ മനസ്സ് പൊട്ടിപ്പോകണ്ട, ഞങ്ങളെ ഔലിയാക്കും, ഞങ്ങളാ നിന്റെ കൂട്ടുകാര്, ഞങ്ങളാ നിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. ഇനി കബറിന്റെ കത്ത് ഞങ്ങളുണ്ട് കാക്ക, ഇനി പരലോകത്ത് ഞങ്ങളുണ്ട് കാക്ക. അങ്ങനെ പറയുന്ന ഒരു ഭാഗ്യം വേണ്ട ചെറുപ്പക്കാരോ. നീ മരിച്ചു കിടക്കുമ്പോ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുള്ള എഴുന്നപ്പെട്ടിയിലുള്ള പഞ്ഞിപ്പടത്തുള്ള കുറെ കണ്ടുപിടിയന്മാരാറ് ചെറുപ്പക്കാര് അടുത്ത് വന്ന് സലോട്ടടിച്ചത് കൊണ്ട് നിനക്കൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ലടാ. കുറെ വ്യഭിചാരികളാറ് ചെറുപ്പക്കാർ വന്ന് പൊട്ടിക്കരഞ്ഞത് കൊണ്ട് നിനക്കൊന്നും കിട്ടാ പോകുന്നില്ലടാ. കുറെ നാട്ടിലുള്ള പലിശക്കാരും പ്രൈവറ്റ് കമ്പനിക്കാരും അധികാരി വർഗമുണ്ടെന്ന് പരിശോധന അറിയിച്ചത് കൊണ്ട് എന്റെ പൊന്നിവരെ ഒന്നും നിനക്ക് കിട്ടാ പോകുന്നില്ലടാ. നിനക്ക് കിട്ടാനുള്ളത് മലക്കുകൾ വന്നിട്ട് പറയുമ്പോഴാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏറ്റവും അധികം ലോകത്ത് മയ്യത്ത് സംസ്കരിക്കാനും അടക്കാനും ആള് കുറവ് പെങ്ങളെ നിങ്ങൾ മരിക്കുമ്പോഴല്ലേ. എരുമപ്പെട്ടികളിൽ ചെറുപ്പക്കാരൻ മരിച്ചാൽ
ഒരു പ്രായം ചെന്ന സഹോദരൻ മരണപ്പെട്ടാൽ അവിടെയൊക്കെ എപ്പോഴും ആടും തിരക്കുമാണ്. കുളിപ്പിക്കാനും പൊതിയാനും പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിരക്കണക്കിന് ആളുകളാ വരുന്നത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ മരണപ്പെട്ട നിന്റെ വീട്ടിന്റെ അകത്ത് വല്ലാതെ ആള് കുറവല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ സഹോദരിമാര്? ചിന്തിച്ചിട്ടുണ്ടോ? നീ മരണപ്പെട്ട നിന്റെ വീട്ടിൽ വളരെ ആള് കുറവാണ്. പള്ളിയിൽ കൊണ്ടുവച്ച് അനുസ്കരിക്കാനും ആള് കുറവാണ്. എന്തേ അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മയ്യത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നടത്തിക്കാനും എന്തോ ഒരു താല്പര്യക്കുറവ് നമ്മുടെ സമുദായത്തിനുണ്ട്. ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആൾ വരുന്നു, കുളിപ്പിക്കുന്നു, പൊതിയുന്നു, പെട്ടെന്ന് കൊണ്ടുപോയി അടക്കുന്നു, അതിൽ നിന്ന് പിരിയുന്നു. ആ ചർച്ച അതോട് കഴിയാണ്. അങ്ങനെ കഴിയാൻ മാത്രമുള്ളവരാണോ നിങ്ങൾ? 3, 4, 5, 6 മക്കളെ പ്രസവിച്ചവരില്ലേ നിങ്ങൾ? ആ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തവരല്ലേ നിങ്ങൾ? ആ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ നിങ്ങൾ? നിങ്ങളെങ്ങനെ മറക്കാനുള്ളവരാണ്? അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാ മജ്‌ലിസിലും ഏതെങ്കിലും ഒരു ഭാഗ്യം ചെയ്ത പെങ്ങളോട് സ്വർണം ചോദിക്കുന്നതെന്തിനാ? ആരും നിന്റെ ഖബറിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അതെങ്കിലും നിന്റെ ഖബറിന്റെ അകത്ത് കിട്ടട്ടെ എന്ന ഒരു വലിയ ആഗ്രഹമാണ്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ വിപ്ലവ പിരിവ് ഇവിടെ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ഉണ്ടാക്കി കൊടുക്കാനില്ല. നിങ്ങൾ എപ്പോഴും അത് ചിന്തിക്കണം. ഒരു പ്രസംഗ സ്റ്റേജിൽ പൈസ പിരിവിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് ചിലവെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ചിന്ത കടന്നു വരുന്നത് ഇതൊക്കെയും നമ്മുടെ ആഖിറത്തിൽ നേട്ടത്തിനുള്ളതാണ്. ഇതൊക്കെയും നമുക്ക് അവിടത്തേക്ക് മാത്രമുള്ളതാണ്. അതങ്ങനെ തന്നെ ചിന്തിക്കണം. എങ്കിലും അതിന്റെ പ്രതിഫലം കിട്ടും. അല്ലാതെ സാധാരണക്കാർ പറയുന്നത് പോലെ പിരിവിനുള്ള ഒരു തന്ത്രമാണ്. അത് മുഴുവനും പിരിച്ചിട്ട് എന്താ ചെയ്യാൻ പോവാ? അങ്ങനെ തന്ത്രം കാണിച്ചിട്ട് പിരിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പോവാ? നിങ്ങൾ ആലോചിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കൊടുക്കുന്നത് തന്നെയാണുള്ളത്. ഈ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് നിയ്യത്ത് ചെയ്യുമ്പോൾ ആ ഉപ്പ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അമലും അള്ളാഹു സ്വീകരിച്ചതിന്റെ ഒരു വലിയ അടയാളമാണ് അവിടെ കണ്ടത്. അല്ലെ? ഇങ്ങനെ ഒരു നിയ്യത്ത് ചില വ്യക്തികളൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കൂലെ, 10, 30, 40, 50 ലക്ഷം രൂപയുടെ ആസ്തിയുള്ളവരുണ്ടാകും. ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള. പക്ഷെ എങ്കിലും ഇതെന്തുകൊണ്ട് എനിക്ക് തോന്നിയില്ല എന്ന് ചോദിച്ചാൽ കഴിയില്ല. എന്റെ ഉപ്പ മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ പഠിച്ച സ്ഥലത്തെ മദ്രസയുടെ 1200 മക്കൾക്ക് ഈ വർഷത്തെ മതപഠനത്തിനുള്ള എല്ലാ പാഠപുസ്തകങ്ങളും നോട്ടും ടെസ്റ്റും ഉപ്പാടെ പേരിൽ ഞാൻ വാങ്ങിക്കൊടുത്തു. എന്തിനെന്നറിയോ? ആ മക്കൾ ഓരോ ദിവസം ആ പാഠപുസ്തകം നിവൃത്തി വെച്ച് പഠിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എനിക്ക് അറിവ് പറഞ്ഞു തരാൻ പോലും കഴിവില്ലാതിരുന്നിട്ട് ദർസിൽ കൊണ്ടാക്കി എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് കിട്ടാൻ വേണ്ടി കിട്ടാം. അതൊന്നും നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നമുക്ക് രക്ഷ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയുന്നു, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ കൂട്ടുകാർ. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും. നിങ്ങളുടെ ശരീരം ആഗ്രഹിക്കുന്നതെന്തും അവിടെ കൊണ്ടുതരാൻ ഞങ്ങളെ അല്ലാഹു ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. സ്നേഹിച്ചതിന് പകരം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ, ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഇപ്പൊ ഞാൻ അബൂദാബി, ദുബായിലൊക്കെ പരിപാടിക്ക് പോയാൽ അവിടെ ഹാരിസ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ പ്രിയ സഹോദരൻ എവിടെയുണ്ട്. ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വരും, താമസ സൗകര്യം ഒരുക്കി തരും, സംഘാടകർ പോലും അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്തുകൊണ്ട്? സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അള്ളാഹു സ്നേഹിക്കുന്ന ഒരാൾ ഇവിടെ നിന്ന് മരിച്ച് ഖബറിലേക്ക് വരാൻ പോകുമ്പോ അള്ളാഹു ആളെ പറഞ്ഞു വിടും. അസ്സലാമു അലൈക്കും, അല്ല പറഞ്ഞു വിട്ടവരാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങൾ പേടിക്കരുത് എന്നുള്ള പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവേ, അങ്ങനെ മലക്കുകൾ പറയുന്നത് കേട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണമേ അല്ലാ. യോഗ്യത കുറഞ്ഞവരാണല്ല, അറിവ് കുറഞ്ഞവരാണല്ല. എന്റെ 28 വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ നിന്റെ കാമുകിക്ക് കൊടുത്ത സ്നേഹത്തിന്റെ ഒരു ഭാഗം, നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും നിന്റെ മക്കൾക്കും കൊടുത്ത സ്നേഹത്തിന്റെ ഒരു ഭാഗം, നിന്റെ കൂട്ടുകാരന് കൊടുത്ത സ്നേഹത്തിന്റെ ഒരു ഭാഗം, സച്ചിൻ ടെണ്ടുൽക്കറിന് കൊടുത്ത സ്നേഹത്തിന്റെ ഒരു ഭാഗമെങ്കിലും നിന്റെ പടച്ചവന് കൊടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് തിരിച്ചു വരുന്നതെന്താ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് ഏറ്റവും ഭയപ്പെട്ട് പൊട്ടിക്കരയുന്ന സമയത്ത് ആ മലക്കുകൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾ കരയല്ലേ, അള്ളാഹു ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ളവരാ. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും നിങ്ങൾ കൊണ്ടുതരുന്നതാ എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്.
ആ പ്രിയപ്പെട്ട മലക്കുകൾ വന്നിട്ട് ഞങ്ങളോട് സമ്മതം മൂടുകയാണ് എന്ന് പ്രസംഗം കഴിയുമ്പോ അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കാൻ, ഞങ്ങളുടെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ ഒരു വലിയ ദുആ, ഒരു ചെറിയ ദുആയോട് പഠിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. ഇന്ന് മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആ, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ട് ആ ദുആയോട് പറഞ്ഞിരുന്നുകൊണ്ട് ദുആ ചെയ്ത് പിരിയുമ്പോ അതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്നലെ ചോദിച്ചതുപോലെ ഒരു 5 മിനിറ്റ് സുരക്ക ചോദിക്കുകയാ. എന്റെ പെങ്ങളെ, നിനക്ക് താല്പര്യമുണ്ടോ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി? ഉസ്താദേ, എന്റെ ശരീരത്തിൽ നിൽക്കുന്ന സ്വർണ്ണാഭരണം എനിക്കേറെ ഇഷ്ടമാണ്, എനിക്കതിനോട് വല്ലാത്ത താല്പര്യമാണ്, എനിക്കതിനോട് വല്ലാത്ത മഹബത്താണ്. പക്ഷേ ഉസ്താദേ, അതിന് ഞാൻ ഇരുപത്തെട്ടിയുടെ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി കൊടുക്കുകയാ. ഞാൻ മരിക്കുമ്പോ എന്റെ വീട്ടിൽ ആള് കുറവാണെങ്കിലും അള്ളാന്റെ മലക്കുകളെ കൊണ്ട് നിറയാൻ അവർ വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ സന്തോഷം പറയാൻ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് കൊണ്ട് കബറിന്റെ കെട്ടി വെച്ചിട്ട് പോലും അലി റളിയല്ലാഹു തആലാന്റെ പൊട്ടിക്കരഞ്ഞു പോയില്ലേ? കബറേ ഇതാരുടെ മയ്യത്താണെന്നറിയോ എന്ന് ചോദിച്ചപ്പോ കബറ് തിരിച്ചു പറഞ്ഞതെന്തെന്നറിയോ? ഏത് ഫാത്തിമയാണെങ്കിലും ഈ കബറിന്റെ കെട്ട് നല്ലത് ചെയ്താലല്ലാതെ അവർക്ക് നന്മയില്ല എന്ന് കബർ മറുപടി പറഞ്ഞു പോയെങ്കിലും ഇരുപത്തെട്ട് വിലപ്പെങ്ങള് ഈ സരസ് നിനക്കല്ലാഹു തന്ന ഒരു അവസരമാണ്. ഇത്രയും ജനങ്ങൾ തടിച്ചുകൂടി ഒരു മജ്‌ലിസിലേക്ക് നിനക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. ഇത്തരം ജനങ്ങൾ ആമീൻ പറയുമ്പോ അവരെക്കാൾ നമുക്ക് കാണാൻ കഴിയാത്ത കോടിക്കണക്കിന് മലക്കുകളെ ഗ്രൗണ്ട് നിറച്ചിറങ്ങിയിരിക്കുമ്പോ ഇന്നത്തെ രാത്രി അള്ളാഹുവേ ഈ സഹോദരിമാരുടെ ജീവിതത്തിൽ നീ വ്യക്തമായി രേഖപ്പെടുത്തുന്ന രാത്രികളാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഏതെങ്കിലും സഹോദരിമാർ നിന്റെ ശരീരത്തിന്റെ സ്വർണ്ണാഭരണത്തിന്റെ ഒരു ഭാഗം അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നീയത്ത് ചെയ്താൽ അവരെ ദുനിയാവ് ആഗ്രഹവും നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ല. അപകട മരണവും ദുരന്തവും ദുരിതവും നീ ഒരിക്കലും കൊടുക്കല്ലേ അല്ല. ഇന്നത്തെ ദിവസം ഏത് പെണ്ണർക്കതിനുള്ള ഭാഗ്യം കൊടുക്കുന്നത്? എല്ലാവരും വിട പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് സന്തോഷം പറഞ്ഞു കൊടുക്കുന്ന ഒരു മയ്യത്താകാനുള്ള യോഗ്യത അല്ലാഹുവേ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു ചെറിയ സ്വതന്ത്ര ചോദിക്കും. നിങ്ങളിൽ ഒരാളും മറക്കാതെ ഇൻഷാ അല്ലാഹ് ഇപ്പോഴും അവരുടെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ കൊണ്ടു നടക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബുൽ ഖുലൂബ്, അല്ലയോ ഹൃദയങ്ങളെ മാറ്റിമറക്കുന്നവനായ അല്ലാഹുവേ, സബ്ബിത്ത് ഖുലൂബന അലാ ദീനിക, നമ്മുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ തന്നെ നീ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന മനോഹരമായ ദുആ ഇൻഷാ അല്ലാഹ് എപ്പോഴും പിന്നെ ചൊല്ലണം. ആ ദുആയിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നിങ്ങൾ നേടിയെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എവിടെയാണ് സ്ഥലം? നിങ്ങളെ ഉത്സാഹിച്ചാൽ നമുക്ക് അത് മൊത്തത്തിൽ എല്ലായിടത്തും പറയാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നും വിളിച്ച് പറയും. ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു ഇന്നും പറയണം, മറക്കരുത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ എന്നെ വിളിച്ചു തുടങ്ങി, പറയണം കേട്ടോ, എന്റെ ഒക്കെ രണ്ടാമത് കിട്ടിയിട്ടില്ല. അപ്പോ അതുകൊണ്ട് നിങ്ങളൊന്ന് അറിയിക്കാൻ പറഞ്ഞതുകൊണ്ട് അറിയിച്ചാണ്. ഇച്ചിരി രോഗമൊക്കെ ഉണ്ട്. ഇന്നലെയും ഇന്നും മാറഞ്ചേരിയിലായിരുന്നു പ്രസംഗം. ഇന്നലെ മാത്രമേ പ്രസംഗിച്ചുള്ളൂ. സുഖമില്ലാതെ ഒരു ദിവസത്തെ പരിപാടി ക്യാൻസൽ ചെയ്ത് പോയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശാന്തി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രഭാഷണ വേദികളിലും എല്ലാ ഉസ്താദുമാരുടെയും സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ സദസ്സിലൊക്കെ നിങ്ങൾ ആവേശത്തോടുകൂടി സഹകരിക്കണം. ജനുവരി മാസം നമ്മുടെ കറുകപ്പുത്തൂര് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പള്ളിയിൽ ഷഫീഖ് ഉസ്താദും കബീർ ഉസ്താദും പ്രസംഗിക്കുന്നുണ്ട്. 13, 12 തീയതിയുണ്ട്. 12, 13 തീയതികൾ അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. വലിയ വിവാഹമൊക്കെ നടക്കുന്ന സദസ്സാണ്. ഡിസംബർ മാസം 19, 20 തീയതികളിൽ ഒറ്റേലി എന്ന് പറയുന്ന സ്ഥലത്ത് കരളാണ് ഫാത്തിമ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ വിനീതനും 18-ാം തീയതി ഒരു ദിവസം 17, 18 ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് പ്രഭാഷണം നടത്തും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ സദസ്സുകളിലൊക്കെ വരണം. ഡിസംബർ 31 മാറഞ്ചേരി, മലപ്പുറം ജില്ലയുടെ മാറഞ്ചേരിയിൽ മദ്യം ഈ അടിമത്വം എന്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിനീതന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. പിന്നെ ഫെബ്രുവരി മാസം 3-ാം തീയതി കുന്നംകുളം കേച്ചേരിക്കടുത്ത് മണലി എന്ന് പറയുന്ന സ്ഥലത്ത് വിനീതന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. വെള്ളങ്ങൂരിലെ നമ്മുടെ പ്രവർത്തകനായ നിയാസ് എന്ന് പറയുന്ന 20 വയസ്സുള്ള സഹോദരൻ ഇന്ന് രാവിലെ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അള്ളാഹു ആ സഹോദരന്റെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമ കൊടുക്കുമാറാകട്ടെ. ആ സഹോദരൻ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ലിസ്റ്റ് വായിക്കണ്ട, മൊത്തത്തിൽ വായിച്ചോണം. ഒരുപാട് സമയം വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തണ്ട. എല്ലാവരും
8:30 തുടങ്ങല്ലേ സമയം? 8 മണിക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങണം. 8 മണിക്ക് തുടങ്ങി 10:30 നിർത്തുന്ന രീതിയിൽ എല്ലാവരും ചെയ്യും. ഫെബ്രുവരി 24-ാം തീയതി 12 നിങ്ങൾ വീട് വെക്കുന്ന നിങ്ങളെ പിന്നെ വാത് നടത്താം. വാത് വെപ്പ് തന്നെ ജോലി. ചുമ്മാ എല്ലാ ആൾക്കാർ പറയണത് തങ്ങൾ വാത് വയ്ക്കും കുറച്ച് കൊണ്ടുപോയി തിന്നും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. ഒരു നാണയത്തിട്ട് പോലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണോ? അദ്ദേഹത്തിന്റെ ജീവിതം കണ്ട് നിങ്ങൾ നോക്കി. ഒരു വീടിന് കല്ലിട്ടിട്ട് കുറെ കാലമായത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. എല്ലാവരോടും സഹകരിച്ചൊരു വീടൊക്കെ വെച്ചു. ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു വാത് വെച്ചൂടെ നിങ്ങൾക്ക്? അതിനുവേണ്ടി വേറൊരു വിഭാഗം വീട് വയ്ക്കാൻ വേണ്ടി വാത് വെച്ചു. ആരും പൈസയൊന്നും കൊടുത്തില്ല. അതങ്ങനെ തന്നെ കിടക്കുകയാണ്. അൽഹംദുലില്ലാഹ് എല്ലാവരോടൊക്കെ സഹകരിച്ച് വീടൊക്കെ ആവട്ടെ. സന്തോഷമല്ലേ? മരിക്കുന്നതിന് മുമ്പ് കുറച്ചു നാള് ഭാര്യയും കുടുംബവും സ്വന്തം വീട്ടിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. നമുക്ക് പിന്നെ വീട് വെക്കാനേ ഭാഗ്യം കിട്ടിയുള്ളൂ, കിടക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കി തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു ഫാത്തിഹ നമ്മൾ ഈ ആംബുലൻസ് നിയത്ത് ചെയ്ത പ്രിയപ്പെട്ട സഹോദരന്റെ ഉപ്പാടെ ഖബറിലേക്ക് നിയത്ത് ചെയ്തു പോകണം. അതൊരു വലിയ കാരണം. അങ്ങനെ ഒരു നിയത്ത് ആ സഹോദരൻ ചെയ്തെങ്കിൽ ആ ഉപ്പാക്ക് ചില്ലറ സൗഭാഗ്യമല്ല ഖബറിന്റെ അകത്ത് കിട്ടാനുള്ളത്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു പറഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു ഈ വലിയ കൂട്ടത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ ഗഫൂർ റഹീമായ പടച്ചവനെ, ഈ പരിശുദ്ധ മാസത്തിലെ ഞങ്ങളുടെ ഇൽമിന്റെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, പാപക്കറകളിൽ നിന്നെല്ലാം മനസ്സിനെ ശുദ്ധിയാക്കി അല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കില്ല അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹദും കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും അറിവില്ലാതെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തെറ്റിന്റെ കുഴിയിലേക്ക് പലപ്പോഴും വീണുപോയവരാണ്. ഇനി ഒരിക്കലും അതിലേക്ക് ഞങ്ങൾ പോയില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ വൃത്തിയായി നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരുക്കിയെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇവിടെ വന്നവർ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നവരുണ്ട്. ഒരു സ്ഥലവും ഞാൻ പറയുന്നില്ല. അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കിഡ്നി തകരാറ് ബാധിച്ചവരുണ്ട്. പടച്ചവനെ, ഈ ഷാഫിയാണ് കാഫിയാണ് റബ്ബേ. എത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് മാറാത്തത് ഒരു മജ്ലിസിന്റെ ദുആ കൊണ്ട് നീ മാറ്റിയിട്ടുണ്ട് റബ്ബേ. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പൂർണ്ണമായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർണം തരുമ്പോഴും മറ്റു സ്വതക്ക തരുമ്പോഴും ഒക്കെ മനസ്സ് പൊട്ടി ഓരോ നിയ്യത്ത് ചെയ്തുകൊണ്ട് തന്നവരുണ്ട്. നിന്റെ സഹായം നീ അവർക്ക് നിർബന്ധമാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, അവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. 6 കൊല്ലവും 7 കൊല്ലവും 10 കൊല്ലവും ഒക്കെ ആയി മക്കളില്ലാതെ വേദനയോടെ കഴിയുന്നവരുണ്ട്, നിരാശപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. നീ സഹായിക്കണം റബ്ബേ. അല്ലാഹുവേ, ഉള്ള മക്കളുടെ രോഗം കാരണം പ്രയാസപ്പെടുന്നവരുണ്ട്. 6 മാസമായപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന്റെ അത്യാസന്നമായ നില കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കുടുംബം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. എറണാകുളം ജില്ലയിലെ ആ പ്രിയപ്പെട്ട കുഞ്ഞിനും ആ മാതാവിനും എല്ലാവിധ സമാധാനവും അല്ലാഹുവേ നീ കൊടുക്കണേ റബ്ബേ.
പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ മാരക രോഗത്തിന്റെ ഉടമകളാക്കല്ല അല്ലാ. പടച്ചവനെ അവർക്ക് നീ വലിയ രോഗം കൊടുത്ത് കഷ്ടപ്പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ചെറിയ പനി വന്നാൽ പോലും ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പൂർണ്ണമായും നീ അവർക്ക് ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹുവേ ഞങ്ങൾ മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ല അല്ലാ. അവര് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവരുടെ ഉപ്പയായി ഞങ്ങളെ മരിപ്പിച്ച് നീ കബറിലാക്കല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ വിശന്ന് വലഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ റബ്ബേ ഒരിക്കലും നീ കൊടുക്കല്ല അല്ലാ. സാമ്പത്തിക ഭദ്രതയും സന്തോഷവും നീ എപ്പോഴും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കി തരണേ അല്ലാ. പടച്ചവനെ ഇന്ന് പകൽ 1-2 ഭവനങ്ങളിൽ പോയപ്പോൾ അവിടുത്തെ മക്കളൊക്കെ ഇൽമു പഠിക്കുന്നവരാണ്. ആ മക്കൾ ഇൽമിൽ വർധനവും ബർക്കത്തും കൊടുക്കണേ അല്ലാ. ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആക്കണേ റബ്ബേ. അവരെ ഒരിക്കലും നീ മാതാപിതാക്കളുടെ പൊരുത്തക്കേടിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ നിങ്ങൾ മരിക്കുമ്പോൾ കുളിപ്പിക്കാനും പൊതിയാനും ആളില്ലാത്ത അവസ്ഥയിൽ മരിപ്പിക്കല്ല റബ്ബേ. പടച്ചവനെ ഹാഫിദീങ്ങളും ആലിമീങ്ങളും വന്ന് അണിനിരന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുന്ന ഭാഗ്യം ഞങ്ങളുടെ മയ്യത്തിന് തരണേ അല്ലാ. അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലെങ്കിലും ഈ വലിയ മജ്‌ലിസ് നിനക്ക് ഇഷ്ടമല്ല റബ്ബേ. ദയാലുവായ പടച്ചവനെ അതിനെ ഞങ്ങൾ നിന്റെ മുമ്പ് വെച്ചുകൊണ്ട് ചോദിക്കാണ്. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മയ്യത്ത് കാണാൻ കള്ളുകുടിയന്മാരും വ്യഭിചാരികളും അല്ലാഹുവേ പലിശക്കാരും മാത്രമായിട്ട് ഞങ്ങളെ നീ അതപ്പരിപ്പിക്കല്ല അല്ലാ. നിന്റെ ആലിമീങ്ങളും ആരിഫീങ്ങളും ഒക്കെ വന്ന് നിസ്കരിക്കുന്ന ദുആരക്കുന്ന മയ്യത്താകാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരെന്നെ ഇഷ്ടപ്പെടുന്നതും ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നതും അവർ ഇൽമിന്റെ മജ്‌ലിസിനെ ഇഷ്ടപ്പെടുന്നതുമെല്ലാം നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടിയുള്ള കൂട്ടുകാരാക്കി ഞങ്ങളെ നീ വളർത്തണേ അല്ലാ. പടച്ചവനെ നിന്റെ അർശിന്റെ താഴത്ത് വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കഴിയുന്ന ഭാഗ്യം ആ യുവ സുഹൃത്തുക്കൾക്ക് മുഴുവനും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനെ ഈ കൃത്യമായ പ്രഭാഷണത്തിന് വരുന്നത് കൊണ്ട് പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ടും ഒരുപാട് ആരോപണങ്ങൾ കേട്ട് തഴമ്പിച്ചുപോയ ചെറുപ്പക്കാരാണ് റബ്ബേ. അവരെ വഴിതെറ്റിക്കല്ല അല്ലാ. അവര് ഞങ്ങളെ മറന്നാലും നിന്നെ മറക്കുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കുറ്റം പറയുന്നവർക്കും പരിഹസിക്കുന്നവർക്കും ഈ മജ്‌ലിസൊക്കെ കണ്ട് അല്ലാഹുവേ വിനയത്തോടെ പൊരുത്തത്തോടെ മടങ്ങാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ മരിക്കുന്നത് വരെ നിന്റെ ദീൻ വിറ്റ് കാശ് പറഞ്ഞ് വന്നു പറയുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കുറിച്ച് അറിയാതെ ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്, സാമ്പത്തിക വിഷയം ഉൾപ്പെടെ. അല്ലാഹുവേ സർവശക്തനായ പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ആര് വെറുത്താലും നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാ. പടച്ചവനെ ഈ സദസ്സിന്റെ ഒരു വലിയ ലക്ഷ്യം ആംബുലൻസ് ആയിരുന്നു റഹ്മാനെ. അത് മൊയ്‌നു ഉസ്താദിന്റെ പേരിൽ നിയ്യത്ത് ചെയ്ത പ്രിയപ്പെട്ട മകനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട മൊയ്‌നു ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരനെയും കുടുംബത്തെയും നീ കൂടപ്പുറപ്പുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരിക്കലും ഒരു സാമ്പത്തിക നഷ്ടവും നീ കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല റബ്ബേ, കൊടുക്കല്ല അല്ലാ. 25,000 വെച്ച് ഇന്നലെയും ഇന്നുമായി പറഞ്ഞവർ, സ്വർണം തന്നവർ, സുരക്ക പറഞ്ഞവർ, 6,666 രൂപ പറഞ്ഞവർ, ചെറുതും വലുതുമായി ദുആ ചെയ്യണമെന്ന് എഴുതി പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ സംഘാടകരിൽ പ്രധാനിയും എന്റെ പ്രിയ കൂട്ടുകാരനുമായ അല്ലാഹുവേ പടച്ചവനെ ദുബായിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഷാഫി മാഷിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സാധുവാണ് പടച്ചവനെ. ആ സഹോദരന്റെ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉമ്മായുപ്പായി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജോലിയിൽ ബറക്കത്തും ഐശ്വര്യവും കൊടുക്കണേ റബ്ബേ. അല്ലാഹു അദ്ദേഹത്തിന്റെയും എന്റെയും ഒക്കെ പ്രിയപ്പെട്ട ഗുരുനാഥനായ കാപ്പിൽ ഉമർ ഉസ്താദ് റബ്ബേ രോഗം ബാധിച്ച് കഴിയുന്നുണ്ട്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നീ ശിഫാ കൊടുക്കണേ അല്ലാ. പാറന്നൂർ ഉസ്താദും കാളമ്പാടി ഉസ്താദും ഒക്കെ പോയി റബ്ബേ. ഇനി ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ആലിമീകൾ മാത്രമേ ഉള്ളൂ.
അല്ലാഹുവേ ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും നീ ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ സമാധാനമാണ് റബ്ബേ. അല്ലാഹുവേ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ ചെമ്പലങ്ങാട് ഉസ്താദിനെ പോലെ അവർക്കൊക്കെ നീ ആഫിയത്ത് ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാഹു എന്ന വരവൂരി വൈകുന്നേരം സിയാറത്തിന് പോയിരുന്ന റബ്ബേ എത്ര പേരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. വല്യാപ്പാന്റെ കറാമത്ത് കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി കൊടുക്കണേ പടച്ചവനെ നിന്നെ സ്നേഹിച്ച് തോൽപ്പിച്ചു കളഞ്ഞ ബഹുമാനപ്പെട്ട മസ്താനുപ്പാടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇന്നത്തെ ദുആ നീ സ്വീകരിക്കണേ അവിടെ കിടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ട ഹസൻ ഹാജിയുടെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ലാഹുവേ ഒരുപാട് അനുഭവങ്ങൾ ആ മഖാമിൽ നിന്ന് ഈ വിനീതന് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ ഇനിയും അനുഭവങ്ങളും അത്ഭുതങ്ങളും കറാമത്തുകളും നീ അധികരിപ്പിച്ചു കൊടുക്കണേ പടച്ചവനെ പാണക്കാട് തങ്ങന്മാരെ ഏറെ ഇഷ്ടപ്പെടുന്ന ചെരുപ്പൂർ ഉസ്താദി സദസ്സിലുണ്ട് റബ്ബേ. അല്ലാഹുവേ ആ കുടുംബത്തിന്റെ പ്രകാശം നീ അധികരിപ്പിക്കണേ തങ്ങന്മാർക്ക് വേണ്ടി ദുആ ചെയ്യില്ലേ എന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരാക്കി ഇവിടെ വന്ന ഒരു യുവാവിനെ നീ മാറ്റല്ല റബ്ബേ. ഉസ്താദിനാണ് ശഹാബുദങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ച് മോശമായ രീതിയിൽ സംസാരിച്ച ആ സഹോദരനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ ഒരാൾക്കും അങ്ങനെ ഒരു പൊരുത്തക്കേട് നീ കൊടുക്കല്ലേ പടച്ചവനെ ബഹുമാനിനായി ഇവിടെ തിരിച്ചു പോയാൽ തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ സാധുവാണ് റബ്ബേ. ഒരു വീടിന്റെ പണി നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്നല്ല അതിനുള്ള സാമ്പത്തികം കൊടുത്തത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ, പൂർത്തീകരിച്ചു കൊടുക്കണേ ഇവിടെ വന്ന് കൊട്ട ഉസ്താദ് ഉൾപ്പെടെ പന്നിത്തടത്ത ബഹുമാനപ്പെട്ട ഉസ്താദ് ഉൾപ്പെടെ അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഈനിൽ വർദ്ധനവും ബറക്കത്തും കൊടുക്കണേ ദീർഘായുസ് കൊടുക്കണേ ഈ മക്കൾക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മൊയ്‌ദി ഉസ്താദിന്റെ മകൻ ഉൾപ്പെടെ അബ്ദുള്ള ഹാജി ഉൾപ്പെടെ ഒരുപാട് പൊതുപ്രവർത്തകർ ഇവിടെയുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്. അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സിൽ വന്ന് ചെറുതും വലുതുമായി സാമ്പത്തിക സഹായം ചെയ്ത എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞാൻ ഇൽമു പഠിച്ച ഒരു കൊല്ലം ഇൽമു പഠിച്ച പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിനെ നീ വളർത്തണേ പടച്ചവനെ ഫെബ്രുവരി 1, 2 തീയതികൾ അതിന്റെ വാർഷിക സമ്മേളനം നടക്കുകയാണ്. നീ വിജയിപ്പിക്കണേ റഹ്മാനെ. പടച്ചവനെ ഇസ്ലാമിക് സെന്ററിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ യൂസുഫ്, ആസാബ്, അജ്മൽ, അതുപോലെ ഉമ്മർ, സിറാജ് തുടങ്ങിയ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലാഹുവേ അവരൊക്കെ ഇതിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ടവരാണ്. അവരൊക്കെ നീ അനുഗ്രഹിക്കണേ ഈ സദസ്സൊരുക്കാനും കസേര പറക്കാനും പോസ്റ്ററിൽ നോട്ടീസ് ഓടിക്കാനും ഇതിന്റെ പ്രചരണത്തിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ടവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ 20 വയസ്സുള്ള ഒരു കൂട്ടുകാരൻ ഇന്ന് ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു റബ്ബേ. ആ ഉമ്മായും ഉപ്പായും എങ്ങനെ സഹിക്കും പടച്ചവനെ. അല്ലാഹുവേ ഒരു മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ എത്ര കഷ്ടപ്പാടാണ് റബ്ബേ. ആ പ്രിയപ്പെട്ട സഹോദരന് സ്വർഗം കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ആരെയും നീ അപകടത്തിൽ മരിപ്പിക്കല്ല എന്നും പാതിരാ സമയത്ത് ഞങ്ങൾ വാഹനത്തിലാണ് റബ്ബേ. അല്ലാഹുവേ വാഹനം ഓടിക്കുമ്പോ കണ്ണു നടഞ്ഞു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ പടച്ചവനെ. വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് നീ ക്ഷമ കൊടുക്കണേ നല്ല ജോലി കൊടുക്കണേ ഐശ്വര്യവും ബറക്കത്ത് സമാധാനവും കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ. ഒറ്റേരി ഉമർ ഉസ്താദ് ഇവിടെ വന്ന് സാധുവാണ്, ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലാഹു അതൊക്കെ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. എന്റെ ദീനിനു വേണ്ടിയുള്ള ഖിദ്മത്ത് നീ കബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ പാവപ്പെട്ടവർ എത്രയോ ഇൽമിന്റെ വേദിയിൽ അനാഥ മക്കൾക്ക് സാധുക്കൾക്കൊക്കെ വേണ്ടി ധാരാളം പൈസ പിരിച്ചിട്ടുണ്ട് പടച്ചവനെ. അല്ലാഹു അതൊക്കെ അർഹതപ്പെട്ട രീതിയിൽ ചെലവഴിക്കാൻ സംഘാടകർക്ക് നീ തൗഫീഖ് കൊടുക്കണേ തൗഫീഖ് കൊടുക്കണേ ഇന്ന് ഞാൻ പകൽ സമയത്ത് പോലെ ഭവനങ്ങളിലൊക്കെ നീ ഐശ്വര്യവും ബറക്കത്തും കൊടുക്കണേ സമാധാനവും സന്തോഷവും കൊടുക്കണേ അവിടുത്തെ സഹോദരങ്ങൾ രോഗം മാറാൻ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി ധാരാളം ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ താമസവും ഒരുക്കി തന്ന ഭവനത്തിൽ ഐശ്വര്യവും ബറക്കത്തും കൊടുക്കണേ അവിടുത്തെ ഉമ്മായും ഉപ്പായും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ റഹ്മാനും റഹീമുമായ പടച്ചവനെ ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടി അല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദിന് പടച്ചവനെ നീ മോചനം കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ ആരോഗ്യം കൊടുക്കണേ പടച്ചവനെ. മുത്തു എന്ന കേച്ചേരിയിലെ സഹോദരന്റെ മകളുടെ നിക്കാഹ് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നല്ല രീതിയിൽ മൈക്ക് സെറ്റ് ഗമീകരിച്ചെന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. എന്റെ പ്രിയ കൂട്ടുകാരൻ മുസ്തഫ എന്ന സഹോദരൻ മജ്‌ലിസിലുണ്ട് റബ്ബേ. കരുണക്കടലായ പടച്ചവനെ മാരക രോഗം ദുആ കൊണ്ട് തോൽപ്പിക്കാൻ ഇനിയും ആ സഹോദരന് തൗഫീഖ് കൊടുക്കണേ
ആ സഹോദരന്റെ കുഞ്ഞിനെ യതീമാക്കല്ല അല്ലാ, ആ സഹോദരന്റെ ഭാര്യയെ വിധവയാക്കല്ല അല്ലാ. അള്ളാഹു ആ മാരക രോഗം ഇത്രയും പെട്ടെന്ന് പൂർണ്ണമായി മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹു സലീം ഷാ എന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരന്റെ പെങ്ങളുടെ മകന് ക്യാൻസറിന്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞു റബ്ബേ. ആ ലക്ഷണങ്ങളെ ഇതുവാടെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ റബ്ബേ. അള്ളാഹു നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കുഞ്ഞുമക്കൾക്ക് രോഗം വന്നാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല റബ്ബേ. അവരെ ചിരിയും കളിയും ഒക്കെ ഞങ്ങളുടെ മനസ്സിന്റെ വല്ലാത്ത സന്തോഷമാണല്ലാ. പഠിച്ചവരെ ആ പൊന്നുമോനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്കൊന്നും അള്ളാഹുവെ എത്ര ചികിത്സിച്ചിട്ട് മാറാത്ത മാരക രോഗം നീ കൊടുക്കല്ലല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ നിധിയാണ് ഞങ്ങളുടെ മക്കളല്ലാ. പഠിച്ചവനെ നീ അവരെ കഷ്ടപ്പെടുത്തി കളയല്ലല്ലാ. തീരുമുറിക്കുന്ന രോഗം ഞങ്ങൾക്ക് തരില്ലല്ലാ. വാഹന അപകടത്തിൽപ്പെട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവെക്കുമ്പോ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കല്ല അല്ലാ. അള്ളാഹുവെ ജനങ്ങളൊക്കെ മൂക്കുപൊത്തിയിട്ട് ഇങ്ങനെ ഒരു ഗതി വന്നുപോയല്ലോ എന്ന് പറഞ്ഞു. അള്ളാഹുവെ ഞങ്ങളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് നടക്കുന്ന ഒരവസ്ഥ വരുത്തല്ല അല്ലാ. അള്ളാഹുവെ നല്ല മരണം തരണേ അല്ലാ. കാളമ്പാടി ഉസ്താദിന്റെ ഖബറിൽ പടച്ചവനെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാറ്റിവെച്ച ജീവിതത്തിന് പകരം അള്ളാഹുവെ നല്ല ഒരു വസ്ത്രം പോലും ധരിച്ചിട്ടില്ല റബ്ബേ. നല്ല ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അല്ലാ. കിതാബിന്റെ മുന്നിൽ നിന്ന് ജീവിതം ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ച ദുനിയാവിന്റെ ജീവിതം മുഴുവനും ആഖിറത്തിന് വേണ്ടി നശിപ്പിച്ചു കളഞ്ഞു. ആഖിറത്തിന്റെ ഉന്നത നേട്ടങ്ങൾക്ക് വേണ്ടി നൈമിഷികമായ ലോകത്തെ പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ കാളമ്പാടി ഉസ്താദ്, പാറന്നൂർ ഉസ്താദ് പോലെ സുന്നത്ത് ജമാഅത്തിന്റെ മൺമറഞ്ഞു പോയ പണ്ഡിതന്മാരുടെ ഖബറിൽ അള്ളാഹു ഈ പാവപ്പെട്ട ഞങ്ങളുടെ ദുആ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ കിട്ടിയിട്ട് വേണ്ട അവർക്ക് രക്ഷപ്പെടാൻ, എന്നാലും ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം റബ്ബേ. ഞങ്ങൾ ആരുമല്ലല്ലോ റബ്ബേ. അവരെ വെച്ച് നോക്കുമ്പോ ഒന്നുമല്ലല്ലോ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാ. അള്ളാഹുവേ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു ചിന്ത പോലും ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാ. അള്ളാഹുവിടെ വന്ന സഹോദരിമാർ, സ്വർണം തന്നവർ, എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യുമെന്ന് പറഞ്ഞവർക്ക് ഈ മജ്‌ലിസിന്റെയും ദുആ നീ കൊടുക്കണേ അല്ലാ. നീ കൊടുക്കണേ അല്ലാ. ചെറുതും വലുതുമായി പേര് പറഞ്ഞും പറയാതെയും ആവശ്യങ്ങൾ അറിയിച്ചും അറിയിക്കാതെയും ഈ സരസിലേക്ക് ബക്കറ്റിലും അല്ലാതെയും ചെയ്ത എല്ലാ സ്വതക്കകളും അള്ളാഹു നീ ഏറ്റെടുക്കണേ അല്ലാ. അതിന് പകരം അവർ എന്ത് നിയ്യത്ത് ചെയ്തോ പൂർണ്ണമായും അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. കുറെ പരിപാടികളുടെ ലിസ്റ്റ് ഇവിടെ വായിച്ചുറമ്പേ. എല്ലാ പരിപാടികളും നീ ഗംഭീര വിജയത്തിലെത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഡിസംബർ 31 അള്ളാഹുവെ ചെറുപ്പക്കാരൻ ന്യൂ ഇയർ ആഘോഷത്തെ വിട്ടുകൊടുക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വലാത്തും ദിക്റും ദുആയുമായിട്ട് മലപ്പുറം ജില്ലയുടെ മാറഞ്ചേരിയിലെ മനോഹരമായ സദസ്സ് അള്ളാഹുവേ നീ വിജയിപ്പിക്കണേ റബ്ബേ. നീ വിജയിപ്പിക്കണേ അല്ലാ. നീ വിജയിപ്പിക്കണേ അല്ലാ. അള്ളാഹു ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് സുഖമില്ല റബ്ബേ, കാലൊക്കെ നീരാണ് റബ്ബേ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ വിനയമുള്ള പണ്ഡിതന്മാരെ ഇനിയും നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾ അഹങ്കാരികളാക്കല്ല അല്ലാ. ഞങ്ങളുടെ വിക്കാരികളാക്കല്ല അല്ലാ. അള്ളാഹു ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. നല്ലതുപോലെ റെക്കോർഡ് ചെയ്യാനും സ്ക്രീൻ വെക്കാനും ഒക്കെ സഹകരിച്ച കമലാസുരിയ ബുക്കുസ്റ്റാളിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ വളർത്തണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ജനുവരി മാസം 23-ാം തീയതി എറണാകുളത്ത് 2ാമത് വാർഷിക പ്രഭാഷണം പെരുമ്പാവൂര് അൽ-അസ്ഹർ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് റബ്ബേ. ആ പരിപാടിയെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ നസ്റുനാ യാ ഖൈറൻ നാസിരീൻ വറഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك وطاعتك ومحبتك يا رب العالمين. അല്ലാഹു ഇവിടെ കച്ചവടത്തിൽ വന്ന ധാരാളം പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഹൂദ് എന്ന എന്റെ പ്രിയ കൂട്ടുകാരന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഉമ്മായി നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരനും ജ്യേഷ്ഠനും നല്ല കുടുംബജീവിതവും ഐശ്വര്യവും ബറക്കത്ത് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എന്റെ പ്രിയ സഹോദരൻ ഹാരിസ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോലിയിൽ ബറക്കത്തും ഐശ്വര്യവും നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനേ. നീ ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഈ കൂട്ടി തങ്ങളുടെ വലിയ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞ അല്ലാഹുവേ പ്രിയപ്പെട്ട സയ്യിദവറുകളുടെ ഉമ്മാക്ക് എല്ലാവിധ സന്തോഷവും എല്ലാവിധ ശിഫാഉം നീ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആ നീ പൂർണ്ണമായും കബൂൽ ചെയ്യണേ അല്ലാ.
ഇവിടെ 2 ദിവസവും സമയം ചെലവഴിച്ച ഉസ്താദുമാര്, കൂട്ടുകാര്, പൊതുപ്രവർത്തകര്, സാമ്പത്തികം ഇതിന് കൊടുത്ത് സഹായിച്ചവർ, വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരെ കൈവരിയാത്തവർ, അള്ളാഹു എല്ലാവരും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ സഹകരിച്ച ഇതര മതങ്ങളിൽപ്പെട്ട ധാരാളം സഹോദരങ്ങൾ, ഇതിന്റെ ചുറ്റുവട്ട നിന്റെ ശബ്ദം ശ്രമിച്ചവർ, അള്ളാഹുവേ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റബ്ബേ. ഈ സദസ്സിന്റെ 2 ദിവസത്തെയും അധ്യക്ഷനായ ബൂസായി എരുമപ്പെട്ടി എന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷവും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ പരിസരത്തുള്ള കച്ചവടക്കാരുടെ കച്ചവടത്തിൽ ഐശ്വര്യവും ബറക്കത്തും നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു മൻസുർനാ യാ ഖൈറൻ നാസിരീൻ വറഹംനാ ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നവംബർ മാസം 27, 28 തീയതികളിൽ ഇൻഷാ അല്ലാഹ് വെളിയങ്കോട് അജ്മീരിയ നഗറിൽ പ്രഭാഷണം ഉണ്ടായിരിക്കും. 27-ാം തീയതി ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദും 28-ാം തീയതി ഈ വിനീതനും ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ഉണ്ടായിരിക്കും. എല്ലാവരും എത്തുക ദുആ വസിയത്തോടെ.